ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഇന്നെന്താ അളവും കാര്യങ്ങളൊക്കെ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റിലെ തന്നെ ഇത് നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടായിരിക്കും. കുട്ടികൾക്ക് ഇതുപോലെ ഏത് ഗാർമെൻറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പും മോഡലാണ് ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഞാൻ എടുക്കുന്നത് കാണിക്കുന്നത്. കുറച്ച് ബേസിക് ആയിട്ട് മെഷർമെൻറ്റ്സ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് ഞാൻ എൻ്റെ മോളുടെ ബോഡിയിൽ നിന്ന് തന്നെ ആയിരിക്കും ഞാൻ അളവെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഫസ്റ്റിലൊന്ന് പറഞ്ഞുതരാം ഞാൻ. ഇതൊക്കെ FL എന്നിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യമാണ്. കറക്റ്റ് എത്രത്തോളം ലെങ്ത് വേണം എന്നുള്ളതാണ് ഫുൾ ലെങ്ത്. പിന്നെ CHR ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് റൗണ്ടാണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റിനാണ് ഞാൻ CHR എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്തത് വേസ്റ്റ് റൗണ്ടാണ്. നമുക്ക് കുട്ടികളുടെ കാര്യത്തിലാണ് വേസ്റ്റ് റൗണ്ടെന്ന്, ബോഡി പാർട്ടെന്ന്, യോക്ക് പാർട്ടെന്ന്, അങ്ങനെ പല പേരുകൾ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വേസ്റ്റ് റൗണ്ടെന്ന് ബോഡി പാർട്ടെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഷേപ്പ് വരുമല്ലോ, ഷേപ്പ് വരുന്ന ഭാഗമാണ് വേസ്റ്റ് റൗണ്ട്. കുട്ടികൾക്ക് പൊതുവേ അത് കാണാറില്ല, എന്നാലും നമ്മളത് എടുക്കാറുണ്ട്. പിന്നെ അടുത്ത വേസ്റ്റ് റൗണ്ട് ലെങ്ത് ആണ് കേട്ടോ. ഈ നമ്മുടെ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് എത്ര ഷോൾഡർ മുതൽ വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് എവിടെ വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് അത് നോക്കിയിട്ടാണ് അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് വേണം. പിന്നെ ഈ SH എന്ന് കൊടുത്തിരിക്കുന്നത് ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് S വെച്ച് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫുൾ ഷോൾഡറാണ് അത്. അപ്പോൾ ഫുൾ ഷോൾഡറാണ് നമ്മൾ അളവെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഷോൾഡർ എടുക്കുന്നത്. പക്ഷേ നമ്മൾ തുണിയിലോട്ട് മാർക്ക് ചെയ്യുമ്പോൾ അത് ഹാഫ് ആക്കും കേട്ടോ. അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ AH എന്ന് പറയുന്നത് ആം ഹോളാണ്. അപ്പോൾ ഷോൾഡർ ആം ഹോൾ എപ്പോഴും സെയിം ആയിരിക്കും. പിന്നെ ഒരു AHR എന്ന് പറഞ്ഞാൽ ആം ഹോൾ റൗണ്ടാണ് കേട്ടോ. നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ചുറ്റുമുള്ള വണ്ണമാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കണം നിർബന്ധമില്ല, പക്ഷേ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട്. നമുക്ക് കൈക്കുഴിയുടെ അവിടെയൊക്കെ പിടുത്തം വരാൻ എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇത് വലിയവർക്കും എടുക്കുന്നതാണ് കേട്ടോ. ഒരു പരിധി വരെ വലിയവർക്ക് എടുക്കുന്നതിന് ബേസിക് മെഷർമെൻറ്റൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ആം ഹോൾ കൊണ്ട് ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കുന്നതാണ്, വലിയവരുടെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലായാലും. പിന്നെ അടുത്തത് നെക്ക് വിട്ടാണ്. NW എന്ന് എഴുതിയിരിക്കുന്നത് നെക്ക് വിട്ടാണ്, കഴുത്തിൻ്റെ അകലമാണ് കേട്ടോ. പിന്നെ FNL എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആണ്. അപ്പോൾ അടുത്തപോലെ BNL എന്ന് പറഞ്ഞാൽ ബാക്ക് നെക്ക് ലെങ്ത്. ഫ്രണ്ടും ബാക്കും നമുക്ക് എത്രത്തോളം കഴുത്തിറക്കം കൊടുക്കാം എന്നുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ SL എന്ന് പറയുന്നത് സ്ലീവ് ലെങ്ത്. നിങ്ങളിപ്പോൾ സ്ലീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എത്രത്തോളം ഇറക്കം ആവശ്യമാണ് അത്. പിന്നെ SOR എന്ന് പറഞ്ഞാൽ സ്ലീവ് ഓപ്പൺ റൗണ്ട്, അതാണ് SOR എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ബേസിക് മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോളുടെ ബോഡിയിൽ നിന്ന് എടുത്ത് കാണിക്കാട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഇഞ്ചസിലാണ് ഞാനിവിടെ എടുക്കുന്നത്. കണ്ടോ, ടേപ്പിൽ ഇഞ്ചസിലാണ് ഞാൻ ഫുൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഷോൾഡറിൻ്റെ അവിടെ മുകളിൽ നമ്മൾ വണ്ണെന്ന് വരുന്ന ഇഞ്ചസിൽ വണ്ണെന്ന് വരുന്ന ഭാഗം കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് താഴോട്ട് എത്ര ലെങ്ത് വേണോ അത് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഓരോ ബോഡി നമ്മളിപ്പോൾ ഏത് സ്റ്റിച്ച് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നമ്മൾ ഓരോന്നിൻ്റെ ലെങ്ത് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ നമുക്ക് കാല് വരെയുള്ള നമുക്ക് ലെങ്ത്ത് കറക്റ്റ് എടുക്കാം. അത് നമ്മൾ കാൽപാദം വരെയുള്ള ലെങ്ത്ത് കറക്റ്റ് എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഗൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അടുത്തത് പിന്നെ ചെസ്റ്റ് റൗണ്ട്. കണ്ടോ, ഇതുപോലെ രണ്ട് കൈയും ജസ്റ്റ് ഒന്ന് പൊക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കൈക്കുഴി കണ്ടോ, കൈക്കുഴിയുടെ അടിയിൽ കൂടി നമ്മളിങ്ങനെ ടേപ്പ് ഇട്ട് ചുറ്റിയെടുക്കുന്നതാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏതൊരു വണ്ണം ഏതൊരു വേസ്റ്റ് റൗണ്ട് ആയിക്കോട്ടെ ചെസ്റ്റ് റൗണ്ട് ആയിക്കോട്ടെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ കേട്ടോ. ഒരു 1 ഇഞ്ച് ഗ്യാപ്പല്ല, നമ്മുടെ ഒരു 1 ഫിംഗർ ഗ്യാപ്പിൽ വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു 1 ഫിംഗർ ഞാൻ അകത്ത് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ടേപ്പ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ബാക്ക് സൈഡോടെ ജസ്റ്റ് കാണിച്ചു തരാണ് കേട്ടോ. ബാക്കിലും നമ്മൾ ബാക്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം ടേപ്പ് എന്ന് പറയുന്നത്. അതൊന്നുകിൽ പൊങ്ങിയിരിക്കാൻ പാടില്ല, അതുപോലെ ലൂസായിട്ട് കിടക്കാനോ അതുപോലെ താന്നു പോകാനോ ഒന്നും പാടില്ല കേട്ടോ. കറക്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് തന്നെ ഉണ്ടോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാനുള്ളത്. പിന്നെ അധികം ലൂസ് ഇടാൻ പാടില്ല കേട്ടോ. നമ്മൾ 1 ഫിംഗർ ലൂസ് എന്തായാലും ഉണ്ടായിരിക്കണം, അല്ലാതെ നമ്മൾ ഇറുക്കി പിടിച്ചെടുക്കാനും പാടില്ല. 1 ഫിംഗർ ലൂസ് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളിത് വലിയ ആൾക്കാരിൽ നിന്ന് എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു 1 ഫിംഗർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ മെഷർമെൻറ്റ് എല്ലാം എടുക്കുന്നുണ്ടാവും. പിന്നെ അടുത്തത് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആണല്ലോ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് റൗണ്ട് കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ പറഞ്ഞ കുട്ടികൾക്ക് ആ ഒരു ഷേപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വലിയ ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ബോഡി നമുക്കൊരു ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ബോഡി പാർട്ട് എന്ന് പറയാം. നമുക്കിപ്പോൾ പ്ലീറ്റ് ഇടാൻ, ഇപ്പം ഞാനിപ്പോൾ പെറ്റിക്കോട്ടാണെങ്കിൽ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ പ്ലീറ്റ് എവിടെ മുട്ട് സ്റ്റാർട്ട് ചെയ്യുമോ അത് വരെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് അവിടെ വെച്ച് എടുക്കുക. ഞാനിപ്പം ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോക്ക് വേസ്റ്റ് റൗണ്ട് ഞാൻ ഇത്രയും വെച്ച് എടുക്കുന്നുണ്ട്. അപ്പം അതൊരു
11 ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് റൗണ്ട്. ഇപ്പോൾ ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്താണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ലെങ്ത്ത് 11 ഇഞ്ചാണ്. ഇനി അവിടെ തന്നെ വെച്ചിട്ട് ഇതേ കണ്ടോ വേസ്റ്റ് റൗണ്ട് വേണം. ആ ലെങ്ത്തിൽ നമുക്ക് എത്രത്തോളം വണ്ണം ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റ് അവിടെ തന്നെ വെച്ച് ഞാൻ ഇത് 1 ഫിംഗറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 25 കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് ഷോൾഡറാണ് കേട്ടോ അടുത്ത വേണ്ടത്. അപ്പം ഈ ഒരു മോൾട്ടേക്കുന്ന ഒരു ടോപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പിൽ ഷോൾഡർ കുറച്ച് ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പം അത് നമ്മൾ കണക്കാക്കണ്ട. ചിലതിന് ഷോൾഡർ ഇറങ്ങിയിട്ടൊക്കെ വരാൻ നമ്മൾ നോക്കട്ടെ. നമ്മളിങ്ങനെ ബോഡിയിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, നമുക്കൊരു എല്ലിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ രണ്ട് സൈഡിലും കാണാം, നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ബോൺ പോലെ അപ്പോൾ നമ്മൾ ആ രണ്ട് ബോൺ തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ ഷോൾഡറായിട്ട് എടുക്കേണ്ടത്. കണ്ടോ ഇതുപോലെ ആ രണ്ട് ബോൺ നല്ലത് നമ്മൾ ഇട്ടേക്കുന്ന ഒരു ടോപ്പിൻ്റെയോ ഒന്നിൻ്റെയോ ഷോൾഡർ നമ്മൾ പക്ഷേ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 11 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നെക്ക് വിഡ്ത്ത് കണ്ടോ, കഴുത്തിൻ്റെ അകലമാണ് കറക്റ്റ് കണ്ടോ. നമ്മുടെ ഈ കഴുത്തകലം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതും 4 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പം കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ നമുക്കിത് അടുത്തത് നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് തന്നെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഉടുപ്പിൻ്റെ നെക്ക് ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്, 4 ഇഞ്ച്. അത് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇതുപോലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ ഇതിലൂടെ കാണിക്കുന്നത് ബോഡിയിൽ നിന്ന്. പിന്നെ നമുക്കതേ ബാക്കും ഇതുപോലെ ഷോൾഡർ വെച്ചിട്ട് ബാക്ക് നെക്ക് ലെങ്തും നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നോക്കാം. ഞാനൊരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതും ഓപ്ഷനിലാണ്. ഓരോ കുട്ടികൾക്കും ഓരോ രീതിയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. വലിയവരുടെ കേസിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പോലെ ആം ഹോൾ റൗണ്ട് ഞാനത് എടുത്ത് വയ്ക്കാറുണ്ട്. ഇത് പക്ഷേ നിർബന്ധമില്ല കേട്ടോ കുട്ടികളുടെ കാര്യത്തിൽ. വലിയവർക്കാണ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു കണ്ടോ ഈ ഒരു ആം ഹോൾ കൈക്കുഴി റൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ടോപ്പിന് കണ്ടില്ല ഇതുപോലെ കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം അഥവാ അങ്ങനത്തെ ടോപ്പാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്ത് വയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു കൈ കണ്ടോ, നമ്മൾ ഏത് ആണോ ഹിപ്പ് ഇങ്ങനെ ജസ്റ്റ് ഹിപ്പിലോട്ട് കൈ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കണ്ടോ കറക്റ്റ് റൗണ്ട് പിടിച്ചതിന് ശേഷം കൈ താത്തിട്ടേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടും. അത് നമ്മൾ 1 ഫിംഗർ ലൂസിലായിരിക്കണം എടുക്കാനുള്ളത്. ഇതെടുത്ത് വെച്ചാൽ നമുക്ക് കൂടുതൽ കൈക്കുഴിയുടെ പിടുത്തമൊന്നും വരത്തില്ല. കൂടുതലും നമുക്ക് വലിയവർക്കാണ് ഈ ഒരു മെഷർമെൻറ്റ് അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഉള്ള ഇത് കുറച്ച് നമ്മൾ കറക്റ്റ് ഷോൾഡർ എവിടെയാണോ വരുന്നത് നോക്കുക. അവിടെ തന്നെ ടേപ്പിൻ്റെ ഫസ്റ്റ് 1 എന്നുള്ളത് വയ്ക്കുക കേട്ടോ. ടേപ്പിൻ്റെ തുമ്പ് വയ്ക്കുക ഇഞ്ചസിൽ. എന്നിട്ട് ഞാനിപ്പോൾ ഇതേ നമുക്ക് മിനിമം 5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിൽ നമുക്ക് അവിടുത്തെ റൗണ്ട് നോക്കാം. അതും 1 ഫിംഗർ കേട്ടോ. 1 ഫിംഗർ എല്ലാം ഞാൻ ഇങ്ങനെ വണ്ണം എടുക്കുമ്പോഴും 1 ഫിംഗർ ലൂസിൽ 1 ഫിംഗർ അകത്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ 3/4 വേണം. 3/4 വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് കണ്ടോ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ അവിടെ എത്തിക്കണമെങ്കിൽ അവിടുത്തെ വണ്ണം കറക്റ്റ് എടുത്ത് വയ്ക്കുക. കണ്ടോ ഇപ്പോൾ 3/4 സ്ലീവ് ആണെങ്കിൽ നിങ്ങൾ നോർമൽ സ്ലീവ് ഉണ്ടല്ലോ, നമുക്കൊരു 5 ഇഞ്ചായിരിക്കും നോർമൽ സ്ലീവ്, അതിൻ്റെയും വണ്ണം എടുത്ത് വയ്ക്കണം. ഇവിടുത്തെ 3/4 വണ്ണം എടുത്ത് വയ്ക്കണം കേട്ടോ. 2 വണ്ണവും നമുക്ക് മാർക്ക് ചെയ്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2ഉം എടുത്ത് വയ്ക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് വേണമെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റും. ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് ടേപ്പ് വയ്ക്കുക. പക്ഷേ എല്ലാം ഇഞ്ചസിലായിരിക്കണം കേട്ടോ എടുക്കുന്നത്. നമ്മളൊരു അളവെടുക്കുന്ന എല്ലാം ഇഞ്ചസിലായിരിക്കണം. ഇങ്ങനെ എടുത്ത് നമ്മൾ കറക്റ്റ് എത്രത്തോളം ലെങ്ത് വേണമെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പം ഈ ഒരു റൗണ്ടിലായിരിക്കും നമുക്ക് ഇത്രയാണ് ലെങ്ത് വേണമെന്ന്, പക്ഷേ അവിടുത്തെ റൗണ്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ കൈ കയറണമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നമ്മൾ കൈ നല്ലോണം കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, പറ്റില്ല. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി താഴ്ത്തേക്കണ്ടോ ഇങ്ങനെ വെച്ചിട്ടായിരിക്കണം നമ്മൾ അളവെടുക്കാനുള്ളത്. അവിടുത്തെ റൗണ്ട് വേണം നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ട് നിങ്ങളിപ്പം അതിൻ്റെ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് നമ്മൾ എവിടെ തൊട്ടാണോ ഇടുന്നത്, നമ്മൾ ഇടുന്ന പോയിന്റ് മുതൽ നമ്മൾ എവിടെ വെച്ചിട്ടാണോ സ്കേർട്ട് കെട്ടുന്നത് അല്ലെങ്കിൽ ഇടുന്ന ഒരു പോയിന്റ് തൊട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഫുള്ള് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽപാദം വരെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അവിടുത്തെ തന്നെ റൗണ്ടും ഇതുപോലെ എടുക്കുക. കണ്ടോ ഇതുപോലെ നമ്മൾ കറക്റ്റ് എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് 1 ഇഞ്ചല്ല 1 ഫിംഗർ ഗ്യാപ്പിൽ നമ്മൾ എടുക്കുക കേട്ടോ. 1 ഫിംഗർ അകത്ത് വെച്ച് നമുക്ക് 1 ഫിംഗർ ഗ്യാപ്പിൽ വേണം നമ്മൾ അവിടുത്തെ വണ്ണം എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പട്ടും പാവടയൊക്കെ ടൈപ്പ് ഉള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ സ്കേർട്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ലെങ്ത്ത് എടുക്കാം. എല്ലാം ഷോൾഡറിൽ നിന്ന് വെച്ചിട്ടാണ് എടുക്കുക കേട്ടോ. ഷോൾഡറിൽ നിന്ന് കറക്റ്റ് ടേപ്പ് വയ്ക്കുക ഇഞ്ചസിൻ്റെത്. എന്നിട്ട് നമുക്ക് എടുക്കാം ഇഷ്ടമുള്ള ലെങ്ത്ത് വയ്ക്കുക. അവിടുത്തെ തന്നെ വണ്ണവും നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ എവിടെയാണോ പിടിക്കുന്നത് അവിടെ വരെയുള്ള നിങ്ങൾക്ക് വണ്ണവും അതുപോലെ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം കറക്റ്റ് ആ ഒരു ലെങ്ത്തും ആ ലെങ്ത്തിലുള്ള വണ്ണമായിരിക്കണം നമ്മൾ എടുത്ത് വയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
അതുപോലെ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം മതി. ഇപ്പം പാവടയുടെ കുറച്ചുകൂടെ മുകളിലോട്ട്, സ്കേർട്ടിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് നിൽക്കണം, നിങ്ങൾക്ക് അത്രയും ലെങ്ത് എടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബേസിക്കായിട്ട് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ എടുത്ത അളവെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ എൻ്റെ മോളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ ഇനിയിപ്പോൾ എന്തായാലും പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ എങ്ങനെ നമുക്ക് പെറ്റിക്കോട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പെറ്റിക്കോട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.